ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത് LDC 2011 എറണാകുളം ജില്ലയിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇത് മുൻവിട്ട വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ ഊത്താങ്. ഊത്താങ് എന്നെല്ലാം അറിയപ്പെടുന്ന ഊത്താങ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം മാൻഹട്ടനാണ്. ന്യൂയോർക്ക് സിറ്റിയിലെ മാൻഹട്ടനാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം. തക്കാളി ലോകത്താദ്യമായി കൃഷി ചെയ്ത സ്ഥലം തെക്കേ അമേരിക്കയിലാണ് തക്കാളി ലോകത്താദ്യമായി കൃഷി ചെയ്ത സ്ഥലം. ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം പെറു ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. താഴെ കൊടുത്തിരിക്കുന്ന ജില്ലകളിൽ 1949 രൂപീകൃതമാകാത്ത ജില്ല ഏത്? പാലക്കാടാണ് താഴെ തന്നിരിക്കുന്ന ജില്ലകളിൽ 1949 രൂപീകൃതമാകാത്ത ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് രൂപീകൃതമായത് 1957 ജനുവരി 1-നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് രൂപീകൃതമായത് 1957 ജനുവരി 1-നാണ്. 2006-ലാണ് പാലക്കാടിന് ഏറ്റവും വലിയ ജില്ല എന്ന പദവി ലഭിച്ചത്. 2006-ൽ സംഘകാലത്ത് പൊറൈനാട് എന്നാണ് പാലക്കാട് അറിയപ്പെട്ടിരുന്നത്. കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ല പാലക്കാടാണ്. 2010 ഫെബ്രുവരി 16-ന് പ്രഖ്യാപിച്ചു. കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ല. എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന്? 2002 മാർച്ചിലാണ് എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെ ബാധിക്കുന്ന അസുഖമാണ്? കരൾ. ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിലെ കരളിനെ ബാധിക്കുന്ന അസുഖമാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെട്ടിരിക്കുന്ന അവയവം കരളാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെട്ടിരിക്കുന്നു. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് സിറോസിസ്. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് സിറോസിസ്. കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത പഞ്ചായത്ത്? വരവൂറാണ് കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത പഞ്ചായത്ത്. ആദ്യത്തെ തൊഴിൽ രഹിത മുക്ത ഗ്രാമം തളിക്കുളമാണ്. തൃശ്ശൂരിലെ തളിക്കുളമാണ് ആദ്യത്തെ തൊഴിൽ രഹിത മുക്ത ഗ്രാമം. ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തുങ്കലാണ്. മലപ്പുറത്തെ പോത്തുങ്കലാണ് ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത്. കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യത്തെ പഞ്ചായത്ത് വെള്ളനാടാണ്. തിരുവനന്തപുരത്തെ വെള്ളനാടാണ് കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യത്തെ പഞ്ചായത്ത്. വികേന്ദ്രീകാസൂത്രണം ആദ്യമായി നടപ്പിലാക്കിയ പഞ്ചായത്ത് കല്യാശ്ശേരിയാണ്. കണ്ണൂരിലെ കല്യാശ്ശേരിയാണ് വികേന്ദ്രീകാസൂത്രണം ആദ്യമായി നടപ്പിലാക്കിയ പഞ്ചായത്ത്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ തുടങ്ങിയ ആദ്യ പഞ്ചായത്ത് മാങ്കുളമാണ്. ഇടുക്കി ജില്ലയിലെ മാങ്കുളമാണ് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ തുടങ്ങിയ ആദ്യ പഞ്ചായത്ത്. ഇന്ത്യയിലെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ ആദ്യ പഞ്ചായത്ത് തെന്മലയാണ്. കൊല്ലം ജില്ലയിലെ തെന്മലയാണ് ഇന്ത്യയിലെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ ആദ്യ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ ഗ്രാമപഞ്ചായത്ത് വെങ്ങാനൂരാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ഗ്രാമപഞ്ചായത്ത്. കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ച ആദ്യ പഞ്ചായത്ത് ചമ്രവട്ടമാണ്. മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടമാണ് കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ച ആദ്യ പഞ്ചായത്ത്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം? 1954. 1954 ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം. ചന്ദ്രയാൻ ചന്ദ്രപഥത്തിൽ എത്തിയതെന്ന്?
2009 നവംബർ 8. 2009 നവംബർ 8-നാണ് ചന്ദ്രയാൻ ചന്ദ്രപഥത്തിലെത്തിയത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വെല്ലസ്ലി. വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മഹാനദി. ഹിരാക്കുഡ് നദീതട പദ്ധതി മഹാനദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയുടെ 20ാമത്തെയും അവസാനത്തെയും വൈസ്രോയായി 1947 മാർച്ചിൽ നിയമിതനായി. മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയുടെ 20ാമത്തെയും അവസാനത്തെയും വൈസ്രോയായി 1947 മാർച്ചിൽ നിയമിതനായി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സായത് മൗണ്ട് ബാറ്റൻ്റെ കാലത്താണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സായത് മൗണ്ട് ബാറ്റൻ്റെ കാലത്താണ്. ഇന്ത്യയുടെ വിഭജന പദ്ധതി നടപ്പിലാക്കിയത് മൗണ്ട് ബാറ്റൻ ആയിരുന്നു. മൗണ്ട് ബാറ്റനാണ് ഇന്ത്യയുടെ വിഭജന പദ്ധതി നടപ്പിലാക്കിയത്. മൗണ്ട് ബാറ്റൻ അവതരിപ്പിച്ച ജൂൺ 3 പദ്ധതി പ്രകാരമാണ് 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. മൗണ്ട് ബാറ്റൻ അവതരിപ്പിച്ച ജൂൺ 3 പദ്ധതി പ്രകാരമാണ് 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിൽ 1947 ഓഗസ്റ്റ് 15 മുതൽ 1948 ജൂൺ 20 വരെയാണ് മൗണ്ട് ബാറ്റൻ ഗവർണർ ജനറലായി സേവനം അനുഷ്ഠിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിൽ 1947 ഓഗസ്റ്റ് 15 മുതൽ 1948 ജൂൺ 20 വരെയാണ് മൗണ്ട് ബാറ്റൻ ഗവർണർ ജനറലായി സേവനം അനുഷ്ഠിച്ചത്. 1979 ഓഗസ്റ്റ് 27 അയർലൻഡിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ മൗണ്ട് ബാറ്റൻ കൊല്ലപ്പെട്ടു. 1979 ഓഗസ്റ്റ് 27 അയർലൻഡിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ മൗണ്ട് ബാറ്റൻ കൊല്ലപ്പെട്ടു. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഗാദർ. ഗാദർ എന്ന പേരിലാണ് പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥാപിക്കപ്പെട്ടതെവിടെ? റിഷ്റ. റിഷറയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയിൽ നിന്ന് കൂടുതലായി കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നം തുണിത്തരങ്ങളാണ്. തുണിത്തരങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് കൂടുതലായി കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നം. കൂടുതലായി ഇറക്കുമതി ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രം ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ ആണ്. കിഴക്കിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ജപ്പാനിലെ ഒസാക്കയാണ്. ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്ന് വിളിക്കുന്നത് കോയമ്പത്തൂരിനെയാണ്. ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റി അയക്കുന്ന തുറമുഖമാണ് കാണ്ഡല തുറമുഖം. വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റ് ഏത്? കാൽബൈശാഖി. കാൽബൈശാഖിയാണ് വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റ്. കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ മലയാളി? ഡോക്ടർ ജോൺ മത്തായി. ഡോക്ടർ ജോൺ മത്തായിയാണ് കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യത്തെ മലയാളി. കേന്ദ്ര മന്ത്രിസഭയിൽ ക്യാബിനറ്റ് അംഗമായ ആദ്യത്തെ കേരളീയൻ ഡോക്ടർ ജോൺ മത്തായിയാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ ക്യാബിനറ്റ് അംഗമായ ആദ്യത്തെ കേരളീയൻ ഡോക്ടർ ജോൺ മത്തായി. നെഹ്റു മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. ധനകാര്യ വകുപ്പായിരുന്നു ഡോക്ടർ ജോൺ മത്തായിയുടെ വകുപ്പ്. പ്രതിരോധ വകുപ്പിൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായ ആദ്യ കേരളീയൻ വി.കെ. കൃഷ്ണമേനോനാണ്. പ്രതിരോധ വകുപ്പിൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായ ആദ്യ കേരളീയൻ വി.കെ. കൃഷ്ണമേനോനാണ്. കേന്ദ്ര ക്യാബിനറ്റിൽ പ്രതിരോധ മന്ത്രിയായ രണ്ടാമത്തെ കേരളീയൻ എ.കെ. ആന്റണിയാണ്. പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് കേന്ദ്ര ക്യാബിനറ്റിൽ റെയിൽവേയുടെ ചുമതല വഹിച്ച മലയാളി. കേന്ദ്ര ക്യാബിനറ്റിൽ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പിൽ മന്ത്രിയായ മലയാളി സി.എം. സ്റ്റീഫനാണ്. സി.എം. സ്റ്റീഫൻ. തൊഴിൽ വകുപ്പിൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായ മലയാളി രവീന്ദ്ര വർമ്മയാണ്. രവീന്ദ്ര വർമ്മ. കേന്ദ്ര സർവീസ് സപ്ലൈസ് വകുപ്പിൽ ക്യാബിനറ്റ് മന്ത്രിയായ മലയാളി എ.കെ. ആന്റണിയാണ്. എ.കെ. ആന്റണി. ഈയത്തിൻ്റെ അയിര് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗലീന. ഗലീന എന്ന പേരിലാണ് ഈയത്തിൻ്റെ അയിര് അറിയപ്പെടുന്നത്.
ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിയാവും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.